ഹായ് ഫ്രണ്ട്സ്, PSCNotes പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 1 and 2 3 ഉപയോഗപ്പെടുത്തുന്ന മലയാളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും ഒരാൾക്ക് ചോദ്യം വായിച്ച ഉടനെ ഉത്തരം കിട്ടണമെന്നില്ല. കാരണം മലയാളം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ടഫായിട്ട്, പലർക്കും കുറച്ച് ടഫായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ്. പറയുമ്പോൾ എളുപ്പമാണ്, എങ്കിലും അതിലെ ഓരോ ചോദ്യങ്ങളൊക്കെ വളരെ ടഫായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആ മലയാളത്തിലെ ചോദ്യങ്ങളൊക്കെ എന്താണോ എന്നത് ശരിക്കും തീവ്രമായിട്ട് നിങ്ങൾ അറിയണം. അതെന്താണെന്ന് അത് അറിഞ്ഞുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നതിൽ ഉപേക്ഷ, നിസ്സഹായത തുടങ്ങിയ ഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രയോഗം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഉപേക്ഷ, നിസ്സഹായത തുടങ്ങിയ ഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രയോഗം ഏതാണ്? ഓപ്ഷൻ എ കൈമലർത്തുക, ഓപ്ഷൻ ബി കൈയടിക്കുക, ഓപ്ഷൻ സി കൈവരിക്കുക, ഓപ്ഷൻ ഡി കൈയടക്കുക. ഏതാണ് ആൻസർ വരുന്നത്? ഉപേക്ഷ, നിസ്സഹായത തുടങ്ങിയ ഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന പ്രയോഗമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കൈമലർത്തുക. ഓക്കെ, നെക്സ്റ്റ് വൺ, രാജ്യത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത്. രാജ്യത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത്. ഓപ്ഷൻ എ രാജ്യം പ്ലസ് എ, ഓപ്ഷൻ ബി രാജ്യം പ്ലസ് തേ, ഓപ്ഷൻ സി രാജ്യ പ്ലസ് തേ, ഓപ്ഷൻ ഡി രാജ്യ പ്ലസ് എ. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്, രാജ്യം പ്ലസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപദേശം, ശീലം തുടങ്ങിയ അർത്ഥം കിട്ടുന്ന വാക്യം ഏതാണ്? ഉപദേശം, ശീലം തുടങ്ങിയ അർത്ഥം കിട്ടുന്ന വാക്യം ഏതാണ്? ഓപ്ഷൻ എ പറഞ്ഞതനുസരിച്ച് അയാൾ പതുക്കെ വീട്ടിലേക്ക് നടന്നു. ബി അവൻ ഇവിടെ വരട്ടെ അപ്പോൾ നോക്കാം. സി അവിടെ നിന്റെ ആരാ ഉള്ളത്. ഡി വെളുക്കുമ്പോൾ ഉണരണം, വെളുത്ത മുണ്ടുടുക്കണം. ഇതിൽ ഉപദേശം, ശീലം തുടങ്ങിയ അർത്ഥം കിട്ടുന്ന വാക്യം ഏതാണെന്നാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്ഷൻ വായിക്കുമ്പോൾ ചിലർക്കൊക്കെ ഉത്തരം കിട്ടൂല എന്താണെന്ന്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, വെളുക്കുമ്പോൾ ഉണരണം, വെളുത്ത മുണ്ടുടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, കണ്ണിലുണ്ണി സമാനമായ ആശയമുള്ള മറ്റൊരു പ്രയോഗമാണ്. കണ്ണിലുണ്ണി സമാനമായ ആശയമുള്ള മറ്റൊരു പ്രയോഗം, കണ്ണിലുണ്ണിക്ക് സമാനമായ ആശയം വരുന്ന മറ്റൊരു പ്രയോഗം ഏതാണെന്നാണ്. ഓപ്ഷൻ എ കണ്ണിലെണ്ണയൊഴിച്ച്, ഓപ്ഷൻ ബി കണ്ണിന് കർപ്പൂരം, ഓപ്ഷൻ സി കണ്ണും കരളും, ഓപ്ഷൻ ഡി കണ്ണ് തെളിയുക. ഏതാണ് കണ്ണിലുണ്ണിക്ക് സമാനമായ ആശയം വരുന്ന പ്രയോഗം? ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ണും കരളും. ഓക്കെ, നെക്സ്റ്റ് വൺ, കുങ്കുമത്തിൻ്റെ വാസമറിയാതെ കുങ്കുമം ചുമക്കുന്നു ഗർദഭം. ആരുടെ വരികളാണിത്? കുങ്കുമത്തിൻ്റെ വാസമറിയാതെ കുങ്കുമം ചുമക്കുന്നു ഗർദഭം. ഇത് ആരുടെ വരികളാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എഴുത്തച്ഛൻ, ഓപ്ഷൻ ബി ചെറുശ്ശേരി, ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ, ഓപ്ഷൻ ഡി പൂന്താനം. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പൂന്താനം. ഓക്കെ, നെക്സ്റ്റ് വൺ, SK പൊറ്റക്കാടിൻ്റെ കൃതിയല്ലാത്തത്. SK പൊറ്റക്കാടിൻ്റെ കൃതിയല്ലാത്തത്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ SK പൊറ്റക്കാടിൻ്റെ കൃതിയല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാപ്പിരികളുടെ നാട്ടിൽ, ഓപ്ഷൻ ബി ഇന്നത്തെ യൂറോപ്പ്, ഓപ്ഷൻ സി ബിലാത്തി വിശേഷം, ഓപ്ഷൻ ഡി പാതിര സൂര്യൻ്റെ നാട്ടിൽ. അപ്പോൾ ഇതിൽ SK പൊറ്റക്കാടിൻ്റെ കൃതി അറിയുന്നവർക്കൊക്കെ എളുപ്പമാണ് അല്ലേ. ആൻസർ ഏതാണ്? കൃതി അല്ലാത്തപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബിലാത്തി വിശേഷം. ഓക്കെ, നെക്സ്റ്റ് വൺ, ബാർക്കിംഗ് ഡോഗ് സ്കെൽഡൻ ബൈറ്റ്സ് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് സമാനമായി പറയാവുന്ന ഒരു പഴഞ്ചൊല്ലേത്? ബാർക്കിംഗ് ഡോഗ് സ്കെൽഡൻ ബൈറ്റ്സ് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് സമാനമായിട്ട് പറയാവുന്ന ഒരു പഴഞ്ചൊല്ലേത് എന്നാണ്. ഓപ്ഷൻ എ നായ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി, ഓപ്ഷൻ ബി കുരയ്ക്കും പട്ടി കടിക്കില്ല, ഓപ്ഷൻ സി പട്ടി കുരച്ചാൽ പടി തുറക്കുമോ, ഓപ്ഷൻ ഡി അളമുട്ടിയാൽ ചേരയും കടിക്കും. ഇതിൽ ബാർക്കിംഗ് ഡോഗ് സ്കെൽഡൻ ബൈറ്റ്സ് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് സമാനമായിട്ട് പറയുന്ന പഴഞ്ചൊല്ലാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കുരയ്ക്കും പട്ടി കടിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രയോജക്രിയയ്ക്ക് ഉദാഹരണമായി നൽകാവുന്നത്. പ്രയോജക്രിയയ്ക്ക് ഉദാഹരണമായി നൽകാവുന്നത്.
ഓപ്ഷൻ എ നടക്കുന്നു, ഓപ്ഷൻ ബി തിരിയുന്നു, ഓപ്ഷൻ സി ഉണ്ണുന്നു, ഓപ്ഷൻ ഡി കാട്ടുന്നു. ഏതാണ് ആൻസർ വരുന്നത്? പ്രയോജക്രിയക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കാട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. ക്രിയയോടൊപ്പം കൊള്ളുന്നു ചേർത്തപ്പോൾ വാക്യത്തിന് വരുന്ന വിശേഷാർത്ഥം എന്ത്? വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. ഈ ഒരു ക്രിയയോടൊപ്പം കൊള്ളുന്നു ചേർത്തപ്പോൾ വാക്യത്തിന് വരുന്ന വിശേഷാർത്ഥം എന്ത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ നിർദ്ദേശം, ഓപ്ഷൻ ബി വിനയം, ഓപ്ഷൻ സി നിസ്സഹായത, ഓപ്ഷൻ ഡി ആജ്ഞ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി വിനയം. ഓക്കെ, നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആവർത്തന ദോഷവും ഘടനാ വൈകല്യവും ഇല്ലാത്ത വാക്യമേത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആവർത്തന ദോഷവും ഘടനാ വൈകല്യവും ഇല്ലാത്ത വാക്യമേത്? ഓപ്ഷൻ എ കുടുംബസമേതം അവർ വിവാഹത്തിന് വരാമെന്ന് സമ്മതിക്കാൻ കാരണം ഞാൻ ക്ഷണിച്ചത് കൊണ്ടാണ്. ഓപ്ഷൻ ബി രോഗികളെയും അവശരെയും സ്നേഹിക്കുകയും അവരെ കഴിയുന്നത്ര സഹായിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട്. ഓപ്ഷൻ സി പ്രതിഷേധവും ബഹളവുമെല്ലാം തീർന്ന് 10 ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് അവൻ തിരികെ വന്നത്. ഓപ്ഷൻ ഡി ജീവിതത്തിലുണ്ടാവുന്ന ആപത്തുകളും പ്രശ്നങ്ങളും മനുഷ്യന്റെ ആന്തരശക്തിയെ ഉണർത്തുന്നതാണ്. അപ്പൊ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ആവർത്തന ദോഷവും ഘടനാ വൈകല്യവും ഇല്ലാത്ത വാക്യം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജീവിതത്തിലുണ്ടാവുന്ന ആപത്തുകളും പ്രശ്നങ്ങളും മനുഷ്യന്റെ ആന്തരശക്തിയെ ഉണർത്തുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. കാകതാലീയ ന്യായം ഇതിന് യോജിച്ച പഴഞ്ചൊല്ല് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? കാകതാലീയ ന്യായം ഇതിന് യോജിച്ച പഴഞ്ചൊല്ല് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ കാക്കയ്ക്കു തൻ കുഞ്ഞു പൊൻകുഞ്ഞ്, ഓപ്ഷൻ ബി ആലിൻകായ് പഴുത്തപ്പോൾ കാക്കയ്ക്കു വായ്പുണ്ണ്, ഓപ്ഷൻ സി കാക്കയ്ക്കു വന്നു പനമ്പഴവും വീണു, ഓപ്ഷൻ ഡി കാക്ക കുളിച്ചാൽ കൊക്കാവില്ല. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാക്കയ്ക്കു വന്നു പനമ്പഴവും വീണു. ഓക്കെ, നെക്സ്റ്റ് വൺ. പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊന്ന് വരുന്നതിന് പറയുന്ന പേര്. പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊന്ന് വരുന്നതിന് പറയുന്ന പേര്. ഓപ്ഷൻ എ സ്വരദീർഘസന്ധി, ഓപ്ഷൻ ബി ദ്വിത്വസന്ധി, ഓപ്ഷൻ സി ലോപസന്ധി, ഓപ്ഷൻ ഡി ആദേശസന്ധി. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആദേശസന്ധി. ഓക്കെ, നെക്സ്റ്റ് വൺ. കൂട്ടത്തിൽ പെടാത്തത്. ഓപ്ഷൻ എ ധീരവനിതകൾ, ഓപ്ഷൻ ബി സൂര്യ ചന്ദ്രന്മാർ, ഓപ്ഷൻ സി കൈകാലുകൾ, ഓപ്ഷൻ ഡി കുടത്തഴകൾ. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ്, ധീര വനിതകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. കേരളം എന്ന വാക്കിലെ അളം സൂചിപ്പിക്കുന്ന അർത്ഥം എന്ത്? കേരളം എന്ന വാക്കിലെ അളം സൂചിപ്പിക്കുന്ന അർത്ഥം. ഓപ്ഷൻ എ പ്രദേശം, ഓപ്ഷൻ ബി കടൽ, ഓപ്ഷൻ സി ചതുപ്പ്, ഓപ്ഷൻ ഡി മല. അപ്പൊ ഇതിൽ അളം സൂചിപ്പിക്കുന്ന അർത്ഥം എന്താണെന്നാണ് ആൻസർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ചതുപ്പ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വൺ ആണ് ഇനി പറയുന്നത്. പിൻവിനയിച്ചതിന് ഉദാഹരണം. ഓപ്ഷൻ എ ചെന്നു പറഞ്ഞു, ഓപ്ഷൻ ബി വരാൻ പറഞ്ഞു, ഓപ്ഷൻ സി പോയാൽ കാണാം, ഓപ്ഷൻ ഡി പോകവേ കണ്ടു. ഓക്കെ, ഇതിൽ പിൻവിനയിച്ചതിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വരാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ മലയാളമാണ് കുറച്ച് ടഫായിട്ട് തന്നെ എല്ലാവർക്കും തോന്നും. എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ ചോദ്യങ്ങളോ ആൻസറുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഇതുപോലത്തുള്ള മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.